കോട്ടയത്തെ ഇരട്ട കൊലപാതകത്തിലെ പ്രതി പിടിയിലായി എന്നുള്ളതാണ്. തൃശ്ശൂർ മാളയിൽ നിന്നാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. അമിത് എന്നാണ് അയാളുടെ പേര്. അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്നാണ് സംശയം. എന്തായാലും പ്രതിയെ കോട്ടയത്തെ തിരുവാതുക്കലിൽ എത്തിച്ച് തെളിവെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവാതുക്കലിൽ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ സെൻ്റർ നടന്ന വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടത് ഇന്നലെയായിരുന്നു. നാടിനെ നടുക്കിയൊരു കൊലപാതകമായിരുന്നു അത്. എന്തായാലും കോടാലി വെച്ച് വെട്ടി കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലായത്. ഈ പ്രതി ഇപ്പോൾ മാള മേലടൂരിൽ നിന്ന് പിടിയിലായി എന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ടോബി ജോൺസൺ നമുക്കൊപ്പം തുടരുകയാണ്. ടോബി, എനിക്ക് തോന്നുന്നു ഈ പ്രതിയെ പിടിക്കാൻ, പ്രതിയിലേക്ക് എത്താനുള്ള സൂചന എന്താണ് പോലീസിന് ലഭിച്ചത്? SKN പ്രധാനപ്പെട്ട സൂചന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഈ സംഭവ സ്ഥലത്തെ, അതായത് ഈ വിജയകുമാറിന്റെ വീട്ടിലെ, അതായത് ആ സംഭവം നടന്ന സ്ഥലത്തെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഈ പ്രതി അവിടെ നിന്നും എടുത്ത് നശിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വന്ന വഴികൾ, ഈ തിരുവാതുക്കൽ നിന്നും കോട്ടയത്തേക്ക് വരേണ്ട വഴികളുണ്ട്. അവിടെ ഒരു വശത്ത് ഈ റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ട് അതിലെ രക്ഷപ്പെടാൻ ഉള്ള സാധ്യതയില്ല. അപ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ വഴി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, CCTVകൾ പരിശോധന ഇന്നലെ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടതാണ്. ഗാന്ധിനഗർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം CCTVകൾ പരിശോധിക്കുന്നതിന് വേണ്ടി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ പ്രതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത്. പ്രധാനമായും ആദ്യം പോലീസ് അന്വേഷിച്ചത് ഈ കുടുംബത്തിൽ ഈ രണ്ടുപേർക്കും ആരെങ്കിലും വ്യക്തിവൈരാഗ്യം ഇവരോടുള്ളവരുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു. അതിനുള്ള ഉത്തരം ഉടൻ തന്നെ ലഭിച്ചു. കാരണം ഈ മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വെസ്റ്റ് പോലീസ് എടുത്തിരുന്നു. അതിൽ ഈ പ്രതി അറസ്റ്റിലായി റിമാൻഡിലായിരുന്നു. അടുത്തിടെയാണ് ഇയാൾ പുറത്തിറങ്ങിയത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. അതേ തുടർന്നാണ് ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഈ വ്യക്തിയുടെ വിവരങ്ങൾ, ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ പക്കലുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ വെച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്തായിട്ടുള്ള CCTVകളിൽ നിന്നും ദൃശ്യങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ ഇയാൾ റൂം എടുത്ത് താമസിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. 19-ാം തീയതി ഈ കാണുന്ന, ഞാൻ നിൽക്കുന്ന ഈ ലോഡ്ജിൽ വന്ന് റൂം എടുത്ത് താമസിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അവിടുത്തെ CCTVയിൽ നിന്നും കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ, അതായത് ഈ കൊലപാതകത്തിന് ശേഷം വന്ന് കയറുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഈ വീട്ടിൽ ഉപേക്ഷിച്ചത്. ഈ ക്രൈം നടന്ന വീട്ടിൽ ഇന്നലെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ലഭിച്ചിരുന്നു. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു വിവരം. പോലീസ് പക്ഷേ ആ വഴി അന്വേഷണം നടത്തുന്നതിനോടൊപ്പം തന്നെ പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ള മറ്റു മാർഗങ്ങൾ കൂടി പരിശോധിച്ചിരുന്നു. അതിലൊന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളും വാഹനങ്ങളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അങ്ങനെയാണ് ബസ്സിലാണ് പ്രതി രക്ഷപ്പെട്ടതെന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ആ പരിശോധനയാണ് ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിലേക്ക് എത്തി നിൽക്കുന്നത്. തൃശ്ശൂരിൽ മാള എന്ന് പറയുന്ന സ്ഥലത്ത് മേലടൂരിൽ ഈ പ്രതി ഉണ്ട് എന്നുള്ള വിവരം, രഹസ്യ വിവരം പോലീസിന് ലഭിക്കുകയും ഇവിടുന്ന് പോയ സംഘവും തൃശ്ശൂർ പോലീസിന്റെയും സഹായത്തോടു കൂടി ഈ പ്രതിയെ പുലർച്ചെ കസ്റ്റഡിയിൽ എടുക്കുന്നതുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് എന്തായാലും പുറത്തുവിട്ടിട്ടില്ല. ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്ത ചിത്രങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനത് ഡെസ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം ഈ കൂടുതൽ നടപടിയിലേക്ക് പോകും. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയത്തേക്ക് കൊണ്ടുവന്ന് തെളിവെടുപ്പ് അടക്കമുള്ളത് നടത്തും. അതിനു മുമ്പ് ചോദ്യം ചെയ്യൽ, ഒരു കൺഫെഷൻ, കുറ്റസമ്മതം നടത്തേണ്ടത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നുള്ളത് ഇപ്പോഴും പറയുന്നത് മൊബൈൽ മോഷണത്തെ തുടർന്നുണ്ടായ ഒരു വ്യക്തിവൈരാഗ്യം, ആ കേസിൽ കുടുക്കിയതിലുള്ള, ആ കേസിൽ പ്രതിയാക്കിയതിലുള്ള വ്യക്തിവൈരാഗ്യം വിജയകുമാറിനോട് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തത്സമയം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്.